നമസ്കാരം, VMTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിഷേധം കാണിച്ചാൽ പേടിച്ചോടുന്ന ആളല്ല ഗവർണർ. നിങ്ങളുടെ പ്രതിഷേധം ഇവിടെ വിലപ്പോകില്ല. മലപ്പുറം പൊന്നാനിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരിക്കുകയാണ്. പൊന്നാനി ഏരമംഗലത്താണ് SFI ബാനർ സ്ഥാപിച്ചത്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നെഴുതിയ ബാനറാണ്. ഇന്ന് 11 മണിക്കാണ് ഗവർണർ പൊന്നാനിയിലെത്തുന്നത്. CPM പ്രതിഷേധത്തിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലപ്പുറത്തെത്തുന്നത്. ഇതൊന്നും തന്റെ അടുത്ത് വിലപ്പോകില്ല എന്ന ഭാവമാണ് അദ്ദേഹത്തിന്. പൊന്നാനി ഏരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത്. കോൺഗ്രസ് നേതാവ് VM സുധീരൻ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യാതിഥി. കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് നേരത്തെ പരസ്യ പ്രതിഷേധം അറിയിച്ചിരുന്നെങ്കിലും ET മുഹമ്മദ് ബഷീർ MP, P നന്ദകുമാർ MLA തുടങ്ങിയ നേതാക്കൾക്കും പരിപാടിയിൽ ക്ഷണമുണ്ട്. അതേസമയം ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിൽ LDF പ്രതിഷേധം തുടരുന്നതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പരിപാടിയിൽ സംസാരിച്ച് മടങ്ങിയിരുന്നു. താൻ റബ്ബർ സ്റ്റാമ്പല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക എന്നതുകൂടി തന്റെ കടമയാണെന്നും പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ജില്ലയിലെ യാത്രയിലുടനീളം ശക്തമായ DYFI, SFI പ്രതിഷേധമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. രാവിലെ 10 മണിയോടെ ആലുവയിൽ നിന്നാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പുറപ്പെട്ടത്. 11 മണിയോടെ പരിപാടി നടക്കുന്ന തൊടുപുഴയിലെത്തി. ഇങ്ങോട്ടുള്ള വഴിയിലുടനീളം DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. പലയിടത്തും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രയോഗമുണ്ടായി. അതൊന്നും കണ്ട് പ്രകോപിതനാകാതെ പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ കൈവീശി കാണിച്ചാണ് ഗവർണർ കടന്നുപോയത്. തൊടുപുഴയിൽ സംഘിക്കാൻ ഗോബാക്ക് എന്ന് പറഞ്ഞ് SFI റോഡിനു കുറുകെ ബാനറും സ്ഥാപിച്ചിരുന്നു. അതിനിടെ LDF ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താലും തുടരുകയായിരുന്നു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ നടന്നത്. എന്നാൽ മുഖ്യമന്ത്രി പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നത് പോലെ ഗവർണർ ഭയപ്പെടില്ലെന്ന കാര്യം ഓർത്താൽ നന്നായിരിക്കുമെന്ന് ചിലർ വ്യക്തമാക്കുകയും ചെയ്തു.